നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിത്രാജി, ശ്രീലക്ഷ്മി സുദർശൻജി, രാജലക്ഷ്മിജി, പ്രസിദ്ധാജി, ശാലിനിജി, ശ്രീവിദ്യാജി. ശ്രീവിദ്യനെ കാണുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നില്ല. പനിയൊക്കെ മാറിയല്ലോ അല്ലെ? പനിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. തിരക്കായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല കേട്ടോ. അതുകൊണ്ട് അന്വേഷിച്ചു നിന്നു. പിന്നെ ഇവരോടെല്ലാം എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് കേട്ടോ. വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നിങ്ങൾ എനിക്ക് മോട്ടിവേഷൻ തരുന്നുണ്ട് കേട്ടോ, ഓരോ കമന്റിലൂടെയും. അപ്പോൾ അതൊക്കെ എനിക്കൊരു മോട്ടിവേഷനാണ്, കൂടുതൽ പറയാനുള്ള ഒരു തോന്നലുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കേട്ടോ. അപ്പോൾ എന്നോട് മുടിക്ക് തിക്നെസ് ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കേട്ടോ ഒരു കൂട്ടർ. അപ്പോൾ തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ നെല്ലിക്കപ്പൊടി ഉണ്ടല്ലോ, നെല്ലിക്കപ്പൊടി ഒലിവ് ഓയിൽ മിക്സ് ചെയ്യാം. ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ്, നമുക്ക് നീർപ്പിടുത്തൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വരെയും പിടിക്കാം കേട്ടോ. വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ നമുക്ക് ഇതുപോലെ അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഓയിലും എല്ലാം ഉണ്ടാവും, നല്ല തിക്നെസ്സും ഉണ്ടാവും, കൂടാതെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതുകൂടാതെ നമുക്ക് ഈ ഒലിവ് ഓയിലും കൂടി ആണല്ലോ തേക്കുന്നത്, അപ്പോൾ നല്ല ബ്ലാക്ക് ആയിട്ടും വരും കേട്ടോ. നല്ല റിസൾട്ടാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി പ്ലസ് ഒലിവ് ഓയിൽ ഇത് തേച്ചോളൂ, നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട, സോപ്പ് ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട, ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്പ് നെല്ലിക്കപ്പൊടി പ്ലസ് ഒലിവ് ഓയിലാണ് കേട്ടോ. അത് തേച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. എത്ര കൂടുതൽ നിന്നും അത്ര നല്ലതാട്ടോ. പിന്നെ ഞാൻ കൂടുതൽ സമയം നോക്കി ചെയ്യാൻ പറയുന്നത്, ചിലവർക്ക് നീർപ്പിടുത്തം ഉണ്ടാവുമല്ലോ, ഈ തലയിൽ അധികം തണുപ്പൊക്കെ നിൽക്കുമ്പോൾ നീർപ്പിടുത്തം ഉണ്ടാവും, ചുമയുണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർ അധികം നേരം വെക്കണ്ട കേട്ടോ, ഒരു 5-10 മിനിറ്റ്. പുറമെ അത് കൂടാതെ അവർ രാസനാദിപ്പൊടി കൂടി നിറയെ തിരുമണം കേട്ടോ. രാസനാദിപ്പൊടി കൂടി തിരുമ്മിയിട്ട് ഇനി അതും അല്ലെങ്കിൽ മുരിങ്ങയിലയുടെ നീരെടുക്കാം. നീരെടുത്തിട്ട് വെള്ളം ചേർത്ത് നീരെടുത്തിട്ട് അതിലൊന്ന് ചൂടാക്കിയിട്ട് അല്പം രാസനാദിപ്പൊടി ഇട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നിറകയിൽ തേച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ. നീർപ്പിടുത്തത്തിനൊക്കെ നല്ലതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. നമ്മൾ ഒരു ടിപ്പും പാക്കും ഹെയർ മാസ്കും ഒന്നും ചെയ്യാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നമ്മുടെ സൈക്ലിംഗ് വരുമ്പോൾ അത് മുടി കൊഴിച്ചിലുണ്ടാകുമ്പോൾ നമ്മൾ പോയ മുടിക്ക് പകരം മുടി വളരണമല്ലോ, അപ്പോൾ അതിൻ്റെ ഗ്രോത്തിനെ തടയും. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ഡ്രൈനെസ് വരുമ്പോൾ എന്താണ്, ഫോളിക്കിൾസ് എല്ലാം അടഞ്ഞു പോകും. അങ്ങനെയാണ് മുടി വരാതെ ചിലവരെ കണ്ടില്ലേ എന്നും പറയുന്നുണ്ടല്ലോ അല്ലെ, മുടി ഉണ്ടാവില്ല, പോയി കഴിയുമ്പോഴത്തേക്ക് ഒട്ടും മുടി ഉണ്ടാവില്ല. അപ്പോൾ കാരണം ഇതാണ് കേട്ടോ. മുടി കൊഴിഞ്ഞു പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഇതുപോലെയുള്ള ടിപ്പും പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫോളിക്കിൾസ് നന്നായിട്ട് വികസിക്കും, സ്കാൽപ്പിൽ നന്നായിട്ട് ഹെൽത്തി ആവും, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും കേട്ടോ. ഇതെല്ലാം കാരണമാണ് നമുക്ക് പുതിയ ഹെൽത്തി ഹെയർ ഉണ്ടാവാൻ കാരണം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടെ ഡ്രൈനെസ് വരും, പിന്നെ ഫോളിക്കിൾസ് അടഞ്ഞിരിക്കും, ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ. പിന്നെ അതുപോലെ നമ്മുടെ ശരീരം നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ശരീരം പൊങ്ങാൻ പറ്റാത്ത പോലെ നീർപ്പിടുത്തം ഉണ്ടല്ലോ. ഈ നീർപ്പിടുത്തത്തിന് കാരണം നമ്മൾ ഡയറക്റ്റ് ഫാനിന്റെ കാറ്റ് കൊള്ളുമ്പോൾ നമുക്ക് നീർപ്പിടുത്തം ഉണ്ടാവും കേട്ടോ. ഈ സയാട്ടിക് പോലുള്ളവർക്ക് അല്ലാത്തവർക്ക് ഇപ്പൊ നേരം വെളുക്കുമ്പോൾ നല്ല വേദന ഉണ്ടാവും, കാലും കൈയും മേലൊക്കെ വേദന, ഇടിച്ച പോലത്തെ വേദന വരും. നമ്മൾ പറയില്ല, ആരോ വന്ന് ഇടിച്ച പോലെ വേദനയാണ്. അത് ഈ ഡയറക്റ്റ് ഫാനിന്റെ കാറ്റ് കൊള്ളുമ്പോഴാണ്. അപ്പൊ അത് കൊള്ളാതിരിക്കാൻ നമ്മള് നെറ്റ് ഉണ്ടല്ലോ, മോസ്കിറ്റോ നെറ്റ്, അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കാറ്റ് കിട്ടില്ല, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഈ വേദനയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കാല് മരവിക്കുന്നവർക്കൊക്കെ സോക്സ് ഇട്ട് കിടക്കാൻ രാത്രി, തണുപ്പും കാറ്റും ഒന്നും അടിക്കാതിരിക്കാനാണ് കേട്ടോ.
അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ മരവിപ്പൊന്നും ഉണ്ടാവില്ല രാവിലെ എണീക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഡയറക്റ്റ് കാറ്റ് കൊള്ളുമ്പോഴാണ് നമുക്ക് ഈ പിറ്റേ ദിവസം രാവിലെ എണീക്കാൻ പറ്റാതെ തോന്നുക. ഭയങ്കര മേലുവേദന തോന്നും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അഡ്ജസ്റ്റ് ആയി കൊണ്ടിരിക്കും അത്. കാരണം ഇതാണ് കേട്ടോ. നമ്മൾ ഫാൻ മുകളിൽ താഴെ നമ്മൾ കിടക്കുമ്പോൾ ഡയറക്റ്റ് കാറ്റാണല്ലോ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടിട്ടാണ് കേട്ടോ നീർപ്പിടുത്തം. അല്ലെങ്കിൽ നമ്മളൊരു കൊതുക് നെറ്റ് ഇട്ടിട്ട് കേട്ടോ, മോസ്കിറ്റോ നെറ്റ് ഇട്ടിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ ഈ നീർപ്പിടുത്തമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഡയറക്റ്റ് കാറ്റൊന്നും കിട്ടൂല. പിന്നെ അതുപോലെ കാലുവേദനയുള്ളവർ സോക്സ് ഇട്ട് കിടക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ വിദ്യകളുണ്ട്. പിന്നെ അതുപോലെ ചൂടുവെള്ളം പച്ചവെള്ളം മിക്സ് ചെയ്ത് കുളിച്ചാലും മേലുവേദന മാറില്ല കേട്ടോ. എന്നും മേലുവേദനയായിരിക്കും. അതിന് നമുക്ക് ചെറു ചൂട് തൊട്ട് നോക്കുമ്പോൾ ചെറു ചൂടിൽ കുറേശ്ശെ ചൂടാക്കി ബക്കറ്റിൽ ഒഴിച്ചിട്ട് കുളിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചൂടുവെള്ളം പച്ചവെള്ളം കൂടി ചേരില്ല. നമുക്ക് ഒന്നിലേക്ക് പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം. ചൂടുവെള്ളം വേണമെന്നുള്ളവർ തണുപ്പ് പിടിപ്പിച്ചാലും മതി കേട്ടോ. അപ്പോൾ അത് കാരണം അങ്ങനെയൊക്കെ റീസൺ ഉണ്ട് കേട്ടോ മേലുവേദനയ്ക്കൊക്കെ. അതിപ്പോൾ മിക്കവർക്കും ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഇതുപോലെ വേദനകളൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ മുടി എങ്ങനെ ശ്രദ്ധിക്കും നമ്മൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതുപോലെ പറഞ്ഞ പോലെ ധാരാളം വെള്ളം കുടിക്കാം കേട്ടോ. മുടി ഒരിക്കലും നമ്മൾ വരണ്ടതായിട്ടിരിക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പം ഇതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചോളൂ. എല്ലാത്തിനും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവർക്കും സുഖം അല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ കേട്ടോ. എല്ലാവരും സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും നല്ല വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ.